ഫസൽ സാറാ? ഇല്ല, പറഞ്ഞില്ല. സോ നമസ്കാരം, വെൽക്കം ടു ഇമെറിറ്റ് പ്ലസ്. സോ നമുക്ക് ഇന്നെന്താണ് എൻജിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സെക്ഷനിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അറ്റ് ദ സെയിം ടൈം കുറച്ച് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസിൻ്റെയും ഡിസ്കഷൻ പ്രോമിസ് ചെയ്തായിരുന്നു അല്ലേ? സോ വി ആർ ആക്ച്വലി ഗോയിങ് വിത്ത് എ സെക്ഷൻ. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് ബിഫോർ. അതുപോലെ തന്നെ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പാറ്റേൺ, അതുകൂടാതെ തന്നെ നമുക്ക് ഈ എൻജിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോൾ ഈ മാത്തമാറ്റിക്സിനകത്ത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ കൺവെൻഷണൽ മെത്തേഡിൽ നമുക്ക് സോൾവ് ചെയ്യാം. ദർ ഇസ് എ കൺവെൻഷണൽ മെത്തേഡ് ഫോർ സോൾവിങ്. സോ ഈ കൺവെൻഷണൽ മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യാതെ വളരെ ഈസി ആയിട്ട് ട്രിക്സും ടിപ്സും യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. നമുക്ക് ഈ സെഷനകത്ത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, കുറച്ച് ടിപ്പിക്കൽ ആയിട്ടുള്ള ഇനി വരുന്ന എക്സാമിനേഷനകത്ത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ് us ഗോ ടു സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ശ്രദ്ധിക്കുക, ഇത് ആക്ച്വലി ഒരു ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഒരു 2x2 മെട്രിക്സ് ആയതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. സപ്പോസ് ഇതൊരു 3x3 മെട്രിക്സോ 4x4 മെട്രിക്സ് ഒക്കെ ആയിരുന്നെങ്കിൽ ഇറ്റ് മേ ടേക്ക് സം ടൈം. ഓക്കെ, സോ ശ്രദ്ധിക്കുക, ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന്. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ്. സോ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ഞാൻ പറയുന്നു, ലെറ്റ് എന്താണ് എ ബി ദ മെട്രിക്സ്. എൻ്റെ മെട്രിക്സ് എന്താണ്? ഞാൻ പറയുന്നു ലെറ്റ് എ ബി ദ മെട്രിക്സ്. സോ അങ്ങനെയാണെങ്കിൽ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ്. ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ഈസ് ഡിഫൈൻഡ് ആസ് adjoint of the matrix A divided by determinant of the matrix A. എന്താണ് inverse of a matrix is defined as adjoint of the matrix A divided by determinant of the matrix A. Adjoint of the matrix എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതെല്ലാം നിങ്ങൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. adjoint of a matrix എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is nothing but cofactor matrix. The transpose of cofactor matrix will give you the adjoint matrix divided by determinant A. നമുക്ക് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണ് കോഫാക്ടർ മെട്രിക്സ്, എന്താണ് ട്രാൻസ്പോസ് ഓഫ് എ കോഫാക്ടർ മെട്രിക്സ് എന്നൊക്കെ അല്ലേ? സോ ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ ഡിറ്റർമിനന്റ്. ഇതൊരു 2x2 മെട്രിക്സ് ആണ്. സോ ഒരു 2x2 മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഒരു 2x2 മെട്രിക്സ് ആണെങ്കിൽ in order to get the cofactor transpose എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ take the principal diagonal elements. First you should take the principal diagonal elements. So this is one principal diagonal, this is one principal diagonal. Principal diagonal elements നമ്മൾ എന്ത് ചെയ്യുക? റിവേഴ്സ് ചെയ്യുക. We are required to reverse the principal diagonal elements. അതായത് ഫസ്റ്റ് എലമെന്റിന്റെയും സെക്കൻഡ് എലമെന്റിന്റെയും പൊസിഷൻ ഇന്റർചേഞ്ച് ചെയ്യുക. This is actually applicable only for a 2x2 matrix. സോ പൊസിഷൻ ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ എനിക്ക് 1 1 തന്നെയാണ്. 1 1 ആയതുകൊണ്ട് എനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഇവിടെ വരാനില്ല. ദർ ഇസ് നോ ഇഷ്യൂസ് റിഗാർഡിങ് എന്താണ് ഇന്റർചേഞ്ചിങ് അല്ലേ? ഇനി ശ്രദ്ധിക്കുക, ഓഫ് ഡയഗണൽ എലമെന്റ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്സ് അല്ലാണ്ട് ക്രോസ് ആയിട്ട് പോകുന്ന മറ്റേ ഡയഗണൽ എലമെന്റ്സിന്റെ സൈന് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാം. സോ എലമെന്റ്സ് അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്യാം. വി ആർ റിക്വയർഡ് ടു ഇന്റർചേഞ്ച് ഓൺലി ദ സൈൻ. ഈ മൈനസിനെ എടുത്ത് ഇപ്പുറത്തേക്ക് ഇടുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ വി ഗോട്ട് ദ എന്താണ് ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ മെട്രിക്സ് ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് ദ മെട്രിക്സ്. ഡിറ്റർമിനന്റ് ഓഫ് ദ മെട്രിക്സ് നിങ്ങൾക്ക് ഒരു നോർമൽ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിന്റെ ഡിഫറൻസ് എടുക്കുന്നു അല്ലേ? 1 into 1 മൈനസ് ഓഫ് 1 into 1. ബട്ട് ദാറ്റ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഇൻ ദ കേസ് ഓഫ് എ 2x2 മെട്രിക്സ്. ഒരു 3x3 മെട്രിക്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു 4x4 മെട്രിക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് ജസ്റ്റ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കാം. സോ ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രൊസീഡ് ചെയ്യാം അല്ലേ? ഈ ക്വസ്റ്റിനകത്ത് വളരെ ഈസി ആയിട്ട് പ്രൊസീഡ് ചെയ്യാം. എന്താണ്
Determinant is nothing but product of these two minus product of these two. എന്ന് പറഞ്ഞാൽ എന്താണ്? It is 1 into 1 is 1 minus of 1 into 1 minus of 1 into minus 1. So denominator എന്തായി? 2i. So the determinant of this matrix is actually 2. So നമുക്ക് എന്ത് കിട്ടുന്നു? When we solve this, we are going to get, ഇനി എന്താണ്? Each elementനെ എനിക്ക് denominator കൊണ്ട് divide ചെയ്യണം അല്ലേ? So this is എന്താണ്? 1 by 2. This is again 1 by 2. This is minus 1 by 2. And this is എന്താണ്? 1 by 2. So നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 by 2, 1 by 2, minus 1 by 2 and 1 by 2. So our answer is option D. ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാൻ സാധിച്ചു. പക്ഷെ ഇതൊരു 3x3 മെട്രിക്സ് ഒക്കെ ആണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് സം ടൈം. സോ ശ്രദ്ധിക്കുക, ഒരു 2x2 മെട്രിക്സ് കിട്ടി. വാട്ട് യു ആർ സപ്പോസ് ടു ഡു, പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുക, ഓഫ് ഡയഗണൽ എലമെന്റ്സിന്റെ സൈൻ മാത്രം ഇന്റർചേഞ്ച് ചെയ്യുക. There you got the transpose of cofactor matrix divided by determinant. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു 2x2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വളരെ ഈസി പ്രൊസീജിയർ ആണ് അല്ലേ? സോ ഈ കേസിനകത്ത് രണ്ട് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്റ്റാൻഡേർഡ് ആയിട്ട് ഡിറ്റർമിനന്റ് ഓഫ് എ മെട്രിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിറ്റർമിനന്റ് ഓഫ് എ മെട്രിക്സ് ഈസ് ഡിഫൈൻഡ് ആസ് സമ്മേഷൻ j is equal to 1 to n minus 1 raised to I plus j a ij into delta ij. ഇതാണ് സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ഓഫ് എ ഡിറ്റർമിനന്റ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഐ എന്താണെന്ന് ഡൗട്ട് തോന്നും. ആക്ച്വലി നമ്മളൊരു 3x3 മെട്രിക്സിന്റെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ എന്താണ്? ഒരു എക്സാമ്പിൾ കേസാണ് ഞാൻ വരയ്ക്കുന്നത്. ABC DEF GHI. ഈ ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ യൂഷ്വൽ പ്രൊസീജിയർ എന്താണ്? ഈ എലമെന്റ് ഫിക്സ് ചെയ്യും, ഇത് പ്ലസ്, ഇത് മൈനസ്, ഇത് പ്ലസ്, ഇങ്ങനെയായിരിക്കും നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവുക. ഫസ്റ്റ് എലമെന്റ് എ എടുക്കുന്നു, എ ഇൻറ്റു എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് ദിസ്, മൈനസ് ബി ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് ദ എലമെന്റ്സ് എക്സ്ക്ലൂഡിംഗ് ദ റോസ് ആൻഡ് കോളംസ് വിച്ച് ഇസ് കണ്ടെയ്ൻഡ് ഇൻ ബി. ആ ഒരു പ്രൊസീജിയറാണ് നിങ്ങൾ യൂഷ്വലി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ആ ഒരു പ്രൊസീജിയറിനെ ഞാൻ എന്താണ് ഒരു മാത്തമാറ്റിക്കൽ ഫോർമാറ്റിൽ എഴുതിയെന്നേ ഉള്ളൂ. സോ ഫസ്റ്റ് എന്താണ്? യു ഷുഡ് നോ വാട്ട് ഈസ് എന്താണ് റിട്ടേൺ ഓവർ ഹിയർ. ഇതിനകത്ത് ഡിഫറെന്റ് എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, ജെന്റെ ഇൻക്രിമെന്റിന് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ അല്ലേ? ഞാൻ പറയുന്നു ഹിയർ ഐ ഈസ് ഫിക്സ്ഡ്, ലെറ്റ് ഇറ്റ് ബി എന്താണ്? ഐ ഈസ് ഈക്വൽ ടു 1. അതായത് ഫസ്റ്റ് റോ ഞാൻ ഫിക്സ് ചെയ്തു. സോ ഫസ്റ്റ് റോയിന്റെ ഓരോ എലമെന്റ് എടുത്താണ് ഞാൻ ഇനി എന്താണ് ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ദിസ് ഐ ഈസ് ആക്ച്വലി 1, ദിസ് ഐ ഈസ് 1, ദിസ് ഡെൽറ്റ 1j അല്ലേ? ഇതിനകത്ത് എ ഐ ജെ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എന്താണ്? എലമെന്റ് എ ഐ ജെ എന്ന് പറയുന്ന എലമെന്റും അതിനകത്ത് ഡെൽറ്റ ഐ ജെ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് മൈനർ ഓഫ് എലമെന്റ് എ ഐ ജെ. ഡെൽറ്റ ഐ ജെ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ മൈനർ ഓഫ് ദ എലമെന്റ് എ ഐ ജെ. എ ഐ ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി A11, A12, A13, A21, A22, A23, A31, A32, A33 ഫോർ എ 3x3 മെട്രിക്സ്. മൈനർ, ഞാനൊരു വാക്ക് യൂസ് ചെയ്തു മൈനർ. സോ മൈനർ എന്താണെന്ന് അറിയുക. മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ദ ഡിറ്റർമിനന്റ്. എന്താണ്? ഇറ്റ് ഈസ് ആക്ച്വലി ദ ഡിറ്റർമിനന്റ് ഓഫ് സബ് മെട്രിക്സ്. ഡിറ്റർമിനന്റ് ഓഫ് സബ് മെട്രിക്സ് ഒബ്റ്റെയിൻഡ് ബൈ ഡിലീറ്റിംഗ് എന്താണ്? മൈനർ ഓഫ് എലമെന്റ് എ ഐ ജെ ആണ്. സോ ഇറ്റ് ഈസ് എ ഡിറ്റർമിനന്റ് ഓഫ് ദ സബ് മെട്രിക്സ് ഒബ്റ്റെയിൻഡ് ബൈ ഡിലീറ്റിംഗ് the row and column which contains the element aij. Determinant of the submatrix. ഞാൻ വീണ്ടും ആ എ ബി സിയുടെ ഒരു എക്സാമ്പിൾ വരയ്ക്കാം. എ ബി സി ഡി ഇ എഫ് ആൻഡ് ജി എച്ച് ഐ. ഈ കേസിനകത്ത് ഞാനിപ്പോൾ ഐ ഫിക്സ് ചെയ്തു എന്ന് വിചാരിക്കുക. സോ ഇറ്റ് ഈസ് എ ഇൻറ്റു, ശ്രദ്ധിക്കുക, എ ഇൻറ്റു ഡെൽറ്റ ഐ ജെ. ഇറ്റ് ഈസ് ദ ഡിറ്റർമിനന്റ് ഓഫ് ദ സബ്മെട്രിക്സ് ഒബ്റ്റെയിൻഡ് ബൈ ഡിലീറ്റിംഗ് ദിസ് റോ ആൻഡ് ദിസ് കോളം. സോ റിമൈനിങ് എലമെന്റ് എന്താണ്? റിമൈനിങ് എലമെന്റ് ഇസ് ഇ എച്ച് എഫ് ഐ. എ ഇൻറ്റു ഇ എച്ച് എഫ് ഐ. അതിന്റെ കൂട്ടത്തിൽ എന്താണ്? -1 റേസ് ടു ഐ പ്ലസ് ജെ. ഞാൻ ഇവിടെ എന്താണ്? ഈ റോ ആണ് ഫിക്സ് ചെയ്തത്. സോ ഐ ഈസ് ഈക്വൽ ടു 1. സോ ഇറ്റ് ഈസ് -1 റേസ് ടു 1 പ്ലസ് എ എലമെന്റ് ഇസ് 1. സോ ഇറ്റ് ഈസ് -1 റേസ് ടു 1 പ്ലസ് 1.
സോ നിങ്ങൾക്ക് പഴയതുപോലെ തന്നെ കിട്ടിയല്ലേ എ ഇൻറ്റു ദിസ് വൺ. ഇനി എന്താണ് ഇതിന്റെ കണ്ടിന്യൂഷൻ ഞാൻ നോക്കുമ്പോൾ പ്ലസ് -1 അതായത് നെഗറ്റീവ് ആയി. എ ഐ ജെ A12 എന്ന് പറയുന്നത് എന്താണ് ബി ഇൻറ്റു ഡെൽറ്റ ഐ ജെ delta 12 is the cofactor, sorry delta 12 is the minor of A12. Minor of a matrix is obtained by deleting എന്താണ് minor of the matrix is the determinant of the submatrix obtained by deleting the row and column which contains the element Aij. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ we are actually going to get the minor. So ഇത് കണ്ടിന്യൂ ചെയ്യാം. ബി ന്റെ മൈനർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് DIGH അല്ലേ, GF. സോ എന്താണ്? ഇറ്റ് ഈസ് DF and GI പ്ലസ് എന്താണ് ബാക്കി ഇത് കണ്ടിന്യൂ ചെയ്ത് പോകും. -1 ഇൻറ്റു സി ഇൻറ്റു ഈ റോയും ഈ കോളം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് എലമെന്റ്സിന്റെ ഡിറ്റർമിനന്റ്. സോ അതാണ് നമ്മൾ ആക്ച്വലി ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ആക്ച്വൽ ഫോർമുല. ഒരു 4x4 മെട്രിക്സ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 4x4 മെട്രിക്സ് വന്നിട്ട് നിങ്ങളോട് ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ ഒന്നെങ്കിൽ ഡിറ്റർമിനന്റിന്റെ പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കാം. ഡിറ്റർമിനന്റിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, അറൌണ്ട് 20 പ്രോപ്പർട്ടീസ് വരെ ഡിറ്റർമിനൻസിനുണ്ട്. ആ പ്രോപ്പർട്ടീസ് ഒക്കെ അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇപ്പോൾ എക്സാമിനേഷനകത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് വിചാരിക്കാം. ഇഫ് യു നോ ദ പ്രോപ്പർട്ടീസ് ബൈ സ്യൂട്ടബിളി അപ്ലൈങ് ദ പ്രോപ്പർട്ടീസ് കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ we will be able to എന്താണ് solve the question in no time. So just അറിഞ്ഞിരിക്കുക, ഇതാണ് ബേസിക് ആയിട്ടുള്ള ഡിറ്റർമിനന്റിന്റെ എന്താണ് ഐഡിയാസ്. നമുക്ക് ഇനി ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യുമ്പോൾ we will get to know more. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനകത്ത് വി ആർ ഗിവൺ എ മെട്രിക്സ്. ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, cos θ sin θ - sin θ cos θ. ഫൈൻഡ് p ക്യൂബ്. ഈ മെട്രിക്സിനെ 3 ടൈം മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിൽ ഏത് കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ അറിഞ്ഞിരിക്കാം. നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം ആൻഡ് വി വിൽ ജനറലൈസ്. ഓക്കെ, ഇതിനെ ഒന്ന് ജനറലൈസ് ചെയ്യാം. ഈ ക്വസ്റ്റിനെ ഒന്നും കൂടെ മോഡിഫൈ ചെയ്ത് ചോദിക്കാം. എങ്ങനെ മോഡിഫൈ ചെയ്ത് ചോദിക്കാം എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. P = cos θ sin θ and -sin θ cos θ അല്ലേ. സോ നമുക്കൊന്ന് അപ്രോച്ച് ചെയ്ത് നോക്കാം. എന്താണ് P = cos θ sin θ and -sin θ cos θ. ഇതാണ് നമ്മുടെ P എന്ന് പറയുന്ന മെട്രിക്സ്. ദിസ് ഈസ് മൈ P മെട്രിക്സ്. സോ ഫസ്റ്റ് ഞാനൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് ഞാൻ P² എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ലെറ്റ് മീ എന്താണ് കാൽക്കുലേറ്റ് P². P² കാൽക്കുലേറ്റ് ചെയ്യാൻ ചെയ്താൽ ഇറ്റ് ഈസ് cos θ sin θ -sin θ cos θ. ഇതിനെ ഞാൻ ഒന്നും കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അതാണല്ലോ P² അല്ലേ. ഐ എം അഗെയിൻ മൾട്ടിപ്ലൈയിങ് വിത്ത് cos θ sin θ -sin θ ആൻഡ് cos θ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കാം. cos θ ഇതിന്റെ പ്രോഡക്റ്റ് എഴുതാൻ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ. cos θ ഇൻറ്റു cos θ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് cos² θ. sin θ ഇൻറ്റു -sin θ ദാറ്റ് ഈസ് -sin² θ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് എലമെന്റ് ഓഫ് ദ പ്രോഡക്റ്റ് മെട്രിക്സ്. നെക്സ്റ്റ് എന്താണ്? cos θ sin θ. എന്താണ് നെക്സ്റ്റ് ഈസ് cos θ sin θ. cos θ sin θ പ്ലസ് sin θ cos θ പ്ലസ് എന്താണ് sin θ cos θ. തേർഡ് എലമെന്റ് നോക്കിക്കോ, -sin θ cos θ മൈനസ് cos θ sin θ അല്ലേ. സോ ഞാൻ കോമൺ എടുക്കുന്നു. ഇറ്റ് ഈസ് മൈനസ് ഓഫ് എന്താണ് sin θ cos θ പ്ലസ് cos θ sin θ. സോ ഹിയർ കംസ് മൈ തേർഡ് എലമെന്റ്. ഫോർത്ത് എലമെന്റ് എന്താണ്? -sin θ ഇൻറ്റു sin θ പ്ലസ് cos θ ഇൻറ്റു cos θ. ദാറ്റ് മീൻസ് എന്താണ്? മൈ ഫോർത്ത് എലമെന്റ് ഈസ് cos² θ മൈനസ് sin² θ. ദിസ് ഇസ് മൈ ഫോർത്ത് എലമെന്റ്. സോ ശ്രദ്ധിക്കുക, ഇനി ഇതിനെ ഞാനൊന്ന് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്താം. ഇതാണ് എൻ്റെ P² മെട്രിക്സ്. ഈ P² മെട്രിക്സിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കാണാം. വാട്ട് ഈസ് cos² θ മൈനസ് sin² θ? cos² θ മൈനസ് sin² θ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് cos 2θ. ഈ ടേം എന്താണ്? ഇറ്റ് ഈസ് cos θ sin θ പ്ലസ് cos θ sin θ. ദാറ്റ് മീൻസ് 2 sin θ cos θ. 2 sin θ cos θ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് sin 2θ.
അതുപോലെ തന്നെ ഈ കേസ് ശ്രദ്ധിക്കുക, ഇത് സൈൻ കോസ് പ്ലസ് കോസ് സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം ആണ്, തീറ്റ സെയിം ആയതുകൊണ്ട് 2 സൈൻ എ കോസ് എ. സോ ഞാൻ പറയുന്നു ഇറ്റ് ഇസ് മൈനസ് സൈൻ 2 തീറ്റ. ഇത് ഡയറക്റ്റ് ആയിട്ട് എഴുതുമ്പോഴോ കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഈസ് കോസ് 2 തീറ്റ. സോ നമുക്കിവിടെ എന്ത് കിട്ടി? സോ വി ഗോട്ട് എന്താണ്? പി സ്ക്വയർ കിട്ടി. പി സ്ക്വയർ ശ്രദ്ധിക്കുക, പി സ്ക്വയർ മെട്രിക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പി മെട്രിക്സ് തന്നെയാണ്. ഇൻസ്റ്റെഡ് ഓഫ് തീറ്റ ഐ ഹാവ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് 2 തീറ്റ. ഇതാണ് പി സ്ക്വയർ മെട്രിക്സ്. പി ക്യൂബ് മെട്രിക്സ് ഇനി കാൽക്കുലേറ്റ് ചെയ്യണം. പി ക്യൂബ് മെട്രിക്സ് നിങ്ങൾ സ്വന്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തോ. എങ്ങനെയാണ്? ഈ പി സ്ക്വയറിന്റെ കൂടെ ഒരു പിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എങ്ങനെ വരും? കോസ് 2 തീറ്റ ഒന്നില്ലേ, അതുപോലെ നിങ്ങൾക്ക് കോസ് 2 തീറ്റ പ്ലസ് തീറ്റ എന്ന് വരും. ഇവിടെ എന്താണ്? സൈൻ 2 തീറ്റ പ്ലസ് തീറ്റ എന്ന് വരും. ദാറ്റ് മീൻസ് എന്താണ്? വെൻ വി ഡു പി ക്യൂബ് നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇവിടെ കോസ് 2 തീറ്റയും ഇവിടെ കോസ് തീറ്റയും വരും അല്ലേ. സോ കോസ് 2 തീറ്റ കോസ് തീറ്റ, അത് കൂടാതെ തന്നെ എന്താണ്? സൈൻ 2 തീറ്റ മൈനസ് സൈൻ 2 തീറ്റ വരും അല്ലേ. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ. എങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണ് ചെയ്തത്? കോസ് 2 തീറ്റ കോസ് തീറ്റ പ്ലസ് സൈൻ 2 തീറ്റ സൈൻ തീറ്റ, കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. ഇതെന്തായിരിക്കും? കോസ് ഓഫ് എ പ്ലസ് ബി. വേണമെങ്കിൽ നമുക്ക് അതൊന്ന് പ്രൊസീഡ് ചെയ്യാം. എങ്ങനെ പ്രൊസീഡ് ചെയ്യാം? പി ക്യൂബ് എന്ന് പറയുമ്പോൾ എന്താണ്? പി ക്യൂബ് മീൻസ് പി സ്ക്വയർ ഇൻറ്റു അല്ലേ കോസ് 2 തീറ്റ സൈൻ 2 തീറ്റ മൈനസ് സൈൻ 2 തീറ്റ ആൻഡ് വി ഹാവ് കോസ് 2 തീറ്റ ഇൻറ്റു പി സ്ക്വയർ ഇൻറ്റു പി അല്ലേ. പി എന്താണ്? പീസ് കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ ആൻഡ് കോസ് തീറ്റ. ഇതാണ് പി. ഇതിന്റെ രണ്ടിന്റെയും കൂടെ പ്രോഡക്റ്റ് ആണ് പി ക്യൂബ്. ശ്രദ്ധിക്കുക, കോസ് എ കോസ് ബി പ്ലസ് കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. അതാണ് നമ്മുടെ ഫസ്റ്റ് ടേം. ദാറ്റ് ഈസ് എന്താണ്? കോസ് ഓഫ് എ പ്ലസ് ബി. കോസ് ഓഫ് എ പ്ലസ് ബി ഇസ് ഗിവൺ ബൈ കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. സോ കോസ് ഓഫ് എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ കോസ് ഓഫ് 2 തീറ്റ പ്ലസ് തീറ്റ, കോസ് ഓഫ് 2 തീറ്റ പ്ലസ് തീറ്റ എന്താണ്? കോസ് ഓഫ് 3 തീറ്റ എന്ന് വരും. സോ ഫസ്റ്റ് ടേം ഇസ് കോസ് ഓഫ് 3 തീറ്റ. അതുകൂടാതെ അങ്ങനെ നമ്മൾ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഗോയിങ് ടു ഗെറ്റ് എന്താണ്? സൈൻ 3 തീറ്റ മൈനസ് സൈൻ 3 തീറ്റ കോസ് 3 തീറ്റ എന്ന് വരും. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും? വെൻ വി സോൾവ് ദിസ് യു ആർ ഗോയിങ് ടു ഗെറ്റ് എന്താണ്? കോസ് 3 തീറ്റ സൈൻ 3 തീറ്റ മൈനസ് ഓഫ് സൈൻ 3 തീറ്റ ആൻഡ് കോസ് 3 തീറ്റ. ഇതാണ് നമ്മുടെ പി ക്യൂബിന്റെ ആൻസർ. സോ ഇത് നമ്മുടെ ഓപ്ഷനകത്ത് ഉണ്ടല്ലേ. കോസ് 3 തീറ്റ സൈൻ 3 തീറ്റ മൈനസ് സൈൻ 3 തീറ്റ ആൻഡ് കോസ് 3 തീറ്റ. ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. കോസ് സൈൻ മൈനസ് സൈൻ കോസ്. സോ അവർ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. സോ ഈ ക്വസ്റ്റിനെ വേണമെങ്കിൽ നമുക്ക് ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് എക്സാമിനേഷനകത്ത് വേറൊരു ആംഗിളിൽ നിന്ന് ചോദിക്കാം. എങ്ങനെ ചോദിക്കാം? ഞാനിവിടെ പി ക്യൂബാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. ഹിയർ ഐ ഹാവ് മെൻഷൻഡ് ഇറ്റ് ആസ് പി ക്യൂബ്. സപ്പോസ് പി റേസ് ടു എൻ ചോദിച്ചാൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പി റേസ് ടു എൻ എന്ന് ഈ ക്വസ്റ്റിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ ആൻസർ എഴുതാൻ സാധിക്കും? പി റേസ് ടു എൻ ക്യാൻ ബി റിട്ടൺ ആസ് എന്താണ്? റീപ്ലേസ് തീറ്റ ബൈ എന്താണ്? എൻ തീറ്റ. സോ പി റേസ് ടു എൻ ഇസ് നത്തിങ് ബട്ട് എന്താണ്? കോസ് എൻ തീറ്റ മൈനസ് സൈൻ എൻ തീറ്റ അതുപോലെ തന്നെ കോസ് ഓഫ് എൻ തീറ്റ. സോ നമുക്ക് കിട്ടിയ റിസൾട്ടിനെ ഒന്നും കൂടെ മോഡിഫൈ ചെയ്ത് പുതിയൊരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തു. നിങ്ങളോട് പി റേസ് ടു 8 തീറ്റ എന്തെന്ന് ചോദിച്ചാൽ കൺവെൻഷണൽ മെത്തേഡിൽ സോൾവ് ചെയ്ത് പി റേസ് ടു 8 വരെ കൊണ്ടെത്തിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെ സോൾവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ഡെഫിനിറ്റ് പാറ്റേണിലെ ആൻസർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. എപ്പോഴും തീറ്റ ആഡ് ചെയ്യുന്ന രീതിയിലാണ് ഈ കോസ് തീറ്റ സൈൻ തീറ്റ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ഇത് സെയിം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിട്ട് പി റേസ് ടു 8 തീറ്റ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് കോസ് 8 തീറ്റ സൈൻ 8 തീറ്റ കറസ്പോണ്ടിംഗ്ലി നിങ്ങൾ ആൻസർ എഴുതാം. സോ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. കേരള PSC ചോദിച്ചിട്ടില്ല, വേറൊരു എക്സാമിനേഷനകത്ത് ചോദിച്ചിട്ടുണ്ട്. സോ ഇതെല്ലാം എന്താണ്? നെക്സ്റ്റ് ടൈം നമുക്ക് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ ശ്രദ്ധിക്കുക, ഇതിനകത്ത് ഇഫ് എക്സ് ആൻഡ് വൈ ആർ 2 സിംഗുലാർ മെട്രിക്സസ് അങ്ങനെയാണെങ്കിൽ സച്ച് ദാറ്റ് രണ്ട് കണ്ടീഷനും പറയുന്നുണ്ട് എക്സ് വൈ ഈക്വൽ ടു വൈ ആൻഡ് വൈ എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. അവർ ഡ്യൂട്ടി ഈസ് ടു കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. വളരെ ഈസി ആയിട്ട് പറയാം. നമ്മൾ പറഞ്ഞിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ നമ്മൾ ഇൻഫർ ചെയ്ത് വെച്ചേക്കണം. ശ്രദ്ധിക്കുക,
Given എന്താണ് x and y are two singular matrix. നമുക്കറിയാം what is singular matrix. Singular matrix എന്ന് പറഞ്ഞാൽ എന്താണ്? Singular matrix are those matrix for which എന്താണ് determinant of A is equal to 0. ശ്രദ്ധിക്കുക x y equal to y അല്ലേ? എന്താണ് x into y is equal to y. x into y equal to y. നമുക്ക് ഈ സിംഗുലർ നോൺ സിംഗുലർ ഇവിടെ ആക്ച്വലി അത്രയ്ക്ക് യൂസ് വരുന്നില്ല. ശ്രദ്ധിക്കുക x y equal to y. അതുപോലെ തന്നെ എന്താണ് y x is equal to x. x y equal to y and y x equal to x. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് വേണ്ടത് x സ്ക്വയറും y സ്ക്വയറും ആണ് അല്ലേ? a സ്ക്വയറും എന്താണ് y സ്ക്വയറും ആണ് നമുക്ക് വേണ്ടത്. ഈ x എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം x equal to y x. ഞാൻ ഈ y x നെ ഈ x ന് വരാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഞാൻ പറയുന്നു let this be my equation 1, this be my equation 2. ഞാൻ ഈ equation 2 എടുത്ത് equation 1 ൽ ഇട്ടു. എന്താണ് I am substituting equation 2 in 1. ഇട്ടപ്പോൾ എനിക്ക് എന്താണ് y x ഈ x നെ ഞാൻ y x എന്ന് എഴുതി into y is equal to y ആണെന്ന് എനിക്ക് മനസ്സിലായി. y x into y equal to y. ശ്രദ്ധിക്കുക മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. മെട്രിക്സിനെ പറ്റി ഒരു രണ്ട് വാക്ക് എക്സാമിനേഷനകത്ത് വളരെ ഈസി ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തെറ്റിപ്പോകരുത്. രണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മെട്രിക്സ് എന്ന് പറയുന്നത് നോൺ കമ്മ്യൂട്ടേറ്റീവ് ആണ്. എന്താണ് ഇറ്റ് ഈസ് നോൺ കമ്മ്യൂട്ടേറ്റീവ്. ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക മെട്രിക്സ് എ ഇൻറ്റു മെട്രിക്സ് ബി ഈസ് നോട്ട് ഈക്വൽ ടു മെട്രിക്സ് ബി ഇൻറ്റു മെട്രിക്സ് എ. ഇതിനെയാണ് നോൺ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇത് നോട്ട് ചെയ്യുക, എക്സാമിനേഷനകത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് പറയാൻ കാരണം ഏതെങ്കിലും ഒരു കേസിനകത്ത് ഏതെങ്കിലും ഒരു ഇൻസ്റ്റന്റിൽ വെൻ യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ദ ഫോർമുല എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എവിടെയെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വന്നു എന്ന് വിചാരിക്കുക. വേർ എ ആൻഡ് ബി ആർ മെട്രിസസ്. ഇതിന്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്ന് എഴുതരുത്. ഇറ്റ് ഈസ് എ ബി പ്ലസ് ബി എ. എ ബിയും ബി എയും സെയിം ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതൊന്ന് നോട്ട് ചെയ്തോളുക. എന്താണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ഇൻ നേച്ചർ. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോൺ കമ്മ്യൂട്ടേറ്റീവ് ഇൻ നേച്ചർ. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ്. എന്താണ് ഇറ്റ് ഈസ് ഹാവിങ് ആൻ അസോസിയേറ്റീവ് നേച്ചർ. എന്താണ് അസോസിയേറ്റീവ് നേച്ചർ ഓഫ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് നമുക്ക് നോക്കാം. എന്താണ് എ ഇൻറ്റു ബി സി ചെയ്തു എന്ന് വിചാരിക്കാം. ഐ എം ടേക്കിംഗ് ദ പ്രോഡക്റ്റ് ഓഫ് 3 മെട്രിക്സ്. അങ്ങനെ 3 മെട്രിക്സിന്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഇറ്റ് ക്യാൻ ഐദർ ബി എ ഇൻറ്റു ബി സി. അതായത് ഞാൻ ബിയും സിയും എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എനിക്ക് എയും ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. The same value you are going to get when you multiply both A and B and the product is multiplied with C. അതാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ് ബട്ട് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഈ രണ്ട് പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ശരി, നമുക്കിനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഇതൊന്നും അല്ല ചോദിക്കുന്നത്. ശ്രദ്ധിക്കുക എന്താണ് y x y ഇസിക്കൽ ടു y അല്ലേ? ഞാൻ ഈ y x അവിടെ നിന്നാണ് എഴുതിയത്. ഈ എക്സിനെ ഞാൻ റീപ്ലേസ് ചെയ്തു അല്ലേ? സോ ഈ y x ഇൻറ്റു y ഈക്വൽ ടു y. സോ ഇത് അസോസിയേറ്റീവ് ആയതുകൊണ്ട് എനിക്ക് ഞാൻ ഈ എക്സ് വൈനെ ഒന്ന് ക്ലബ് ചെയ്ത് നോക്കാം. എക്സ് വൈനെ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് വൈ ഈക്വൽ ടു വൈ ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു വൈ. ദിസ് വൈ ഇൻറ്റു ദിസ് വൈ ഈസ് ഈക്വൽ ടു വൈ. ദാറ്റ് മീൻസ് എന്താണ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു വൈ. എന്താണ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു വൈ. ഇൻ ദിസ് കേസ് എന്താണ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു വൈ. സിമിലർലി എനിക്കിതിനെ തിരിച്ചു എഴുതാം. വൈ എക്സ് ഈക്വൽ ടു എക്സ് അല്ലേ? വൈ എക്സ് ഈക്വൽ ടു എക്സ്. ഈ വൈനെ ഞാൻ എക്സ് വൈ ഇട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? വൈ എക്സിനെ വീണ്ടും എക്സ് ഇട്ട് കഴിഞ്ഞാൽ ഐ വിൽ ബി ഗെറ്റിംഗ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ്. സോ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു വൈ ആൻഡ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ്. ശ്രദ്ധിക്കുക, വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു വൈ ആൻഡ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ്. നമ്മുടെ ആൻസർ നോക്കുക. ഓപ്ഷനകത്ത് തന്നേക്കുന്നത് ഈസ് ഇൻ ടേംസ് ഓഫ് എന്താണ് എക്സ് ആൻഡ് വൈ. എക്സിന്റെയും വൈന്റെയും ടേംസിലാണ് നമുക്ക് ഓപ്ഷൻ പറഞ്ഞേക്കുന്നത് അല്ലേ? So what is x square plus y square? X square is nothing but x. Y square is nothing but y. So x square plus y square is nothing but x plus y. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇവിടെ നമുക്ക് നോട്ട് ചെയ്യാം.
നമുക്കൊരു കണ്ടീഷൻ കിട്ടി എക്സ് സ്ക്വയർ ഇസ് ഇക്വൽ ടു എക്സ് ആൻഡ് വൈ സ്ക്വയർ ഇസ് ഇക്വൽ ടു വൈ എന്നല്ലേ. ആ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഇഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ്, എക്സിന്റെ സ്ക്വയർ എക്സിനെ ഒന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് എന്താണ് എക്സ് തന്നെ കിട്ടി, എനിക്ക് എന്ത് കിട്ടി എക്സ് തന്നെ കിട്ടി. വിച്ച് ഇംപ്ലൈസ് എക്സ് ഈസ് ആൻ ഐഡൻപൊട്ടന്റ് മെട്രിക്സ്. ഐഡൻപൊട്ടന്റ് മെട്രിക്സ് ശ്രദ്ധിക്കുക. എക്സാമിനേഷനകത്ത് ഇനിയിപ്പോൾ ചോദിക്കാൻ പോകുന്നത് എക്സ് സ്ക്വയർ ഇസ് ഇക്വൽ ടു എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇഫ് എക്സ് സ്ക്വയർ ഇസ് ഇക്വൽ ടു എക്സ് ദെൻ എക്സ് ഇസ് ആൻ ഐഡൻപൊട്ടന്റ് മെട്രിക്സ്. ഐഡൻപൊട്ടന്റ് മെട്രിക്സിന്റെ ഡെഫിനിഷൻ ഇതാണ്. എ മെട്രിക്സ് is said to be an idempotent matrix when the square of that matrix is equal to the same matrix. ഇതിനെ ഞാൻ ഒന്നും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്യാൻ ശ്രമിച്ചാൽ എക്സ് സ്ക്വയർ ഇസ് ഇക്വൽ ടു എക്സ് അല്ലേ, അങ്ങനെയാണെങ്കിൽ എക്സ് ക്യൂബ് എന്താണ്, എക്സ് ക്യൂബ് ഇസ് ഇക്വൽ ടു എന്താണ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് അല്ലേ. എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഇസ് ഇക്വൽ ടു ഇൻറ്റു എക്സ് ആണ്. ഈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് ആണെന്ന് നമുക്കറിയാം, വിച്ച് ഇസ് എക്സ് ഇൻറ്റു എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഈ എക്സ് സ്ക്വയർ എന്താണ്, ഇറ്റ് ഇസ് നത്തിങ് ബട്ട് എക്സ്. സോ ഇങ്ങനെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ക്യൂബ് ഇസ് ഓൾസോ ഈക്വൽ ടു എക്സ്. എക്സ് ക്യൂബ് ഇസ് ഓൾസോ ഈക്വൽ ടു എക്സ്. അങ്ങനെയാണെങ്കിൽ എക്സ് റേസ്ഡ് ഫോർ എന്താണ്, ഇറ്റ് ഈസ് എക്സ് ക്യൂബ്. അതിനെ ഞാൻ എക്സ് എന്ന് എഴുതി, എക്സ് ക്യൂബ് ഇൻറ്റു എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ്. സോ എക്സ് റേസ്ഡ് ഫോർ എന്താണ്, വീണ്ടും എക്സ് തന്നെയാണ്. എക്സ് റേസ്ഡ് 5 എന്താണ്, വീണ്ടും എക്സ് ആണ്. എക്സ് റേസ്ഡ് 6 എഗെയിൻ എക്സ്. സോ ആക്ച്വലി ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്, നമ്മുടെ മെട്രിക്സിന്റെ കണ്ടീഷൻ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ വി ആർ ഹാവിംഗ് ദ കണ്ടീഷൻ എക്സ് റേസ് ടു എൻ വിൽ ബി ഈക്വൽ ടു എക്സ്. ഇങ്ങനെ നമുക്ക് ജനറലൈസ് ചെയ്യാം. സോ ഇഫ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് ഇസ് ഗിവൺ, ഇഫ് എക്സ് ക്യൂബ് ഈസ് ഈക്വൽ, ഇഫ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് ഇസ് ഗിവൺ, then it is an idempotent matrix and the matrix is going to satisfy this relationship also. So അറിഞ്ഞിരിക്കുക idempotent matrixന്റെ പ്രത്യേകത. മെട്രിസസ് ആക്ച്വലി എന്താണ്, ഒരുപാട് കാറ്റഗറീസ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. മെട്രിസസ് ആർ ഓഫ് ഡിഫറെൻറ്റ് കാറ്റഗറി. എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിസസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഹൗ ടു കാൽക്കുലേറ്റ് ദ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്, ഹൗ ടു കാൽക്കുലേറ്റ് ദ അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ്, വാട്ട് ഈസ് സിമെട്രിക് മെട്രിക്സ്, വാട്ട് ഈസ് സ്ക്യൂ സിമെട്രിക്, വാട്ട് ഈസ് ഹെർമിഷ്യൻ, വാട്ട് ഈസ് സ്ക്യൂ ഹെർമിഷ്യൻ, വാട്ട് ഈസ് ഐഡൻപൊട്ടന്റ്, വാട്ട് ഈസ് നിൽ പൊട്ടന്റ് മെട്രിക്സ്. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഇൻവല്യൂട്ടറി മെട്രിക്സ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് മെട്രിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ മെട്രിക്സും അതിൻ്റെ ഒരു ലൈനുള്ള പ്രോപ്പർട്ടി വളരെ ഈസിയാണ് ഇത് പഠിക്കാൻ. ഒരു കൂടിപ്പോയാൽ ഒരു 10-12 ടൈപ്പ് മെട്രിക്സസ് ഉണ്ടാവും. ആ മെട്രിക്സും അതിൻ്റെ പ്രോപ്പർട്ടി ഒരു ലൈനിന് മാത്രം അറിഞ്ഞിരിക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എ മെട്രിക്സ് സെറ്റ് ടു ബി ഐഡൻപൊട്ടന്റ് ഇഫ് എക്സ് സ്ക്വയർ ഇസ് ഇക്വൽ ടു എക്സ്. അതേപോലെ തന്നെ എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഇസ് ഇക്വൽ ടു ഐ ആവുകയാണെങ്കിൽ വി നോ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ഇൻവേഴ്സ്. അതിനൊരു പേരുണ്ട്. സോ അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് എന്താണ് ഒരു മെട്രിസസും അതിൻ്റെ ഒരു കണ്ടീഷനും ഉണ്ട്. അത്രയും അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് മെട്രിസസിൻ്റെ പകുതി ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കും. ഒറ്റ നോട്ടത്തിൽ ടഫാണെന്ന് തോന്നും, പക്ഷേ എന്താണ് നമുക്ക് കാര്യങ്ങൾ അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് 2 സ്റ്റെപ്പിൽ സോൾവ് ചെയ്ത് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി, മുമ്പിലത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ത് കിട്ടി, അവർ ആൻസർ ഈസ് എക്സ് പ്ലസ് വൈ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശ്രദ്ധിക്കുക, ഇതൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം. ഒരു മെട്രിക്സ് എ തന്നിട്ടുണ്ട്. ഹിയർ വി ആർ ഗിവൺ എ മെട്രിക്സ് എ. സോ ശ്രദ്ധിക്കുക, ഈ മെട്രിക്സ് എന്റെ ഡിറ്റർമിനന്റും തന്നിട്ടുണ്ട്. വേർ ദ ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് ഗിവൺ. എന്താണ് ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് ഗിവൺ. എന്താണ് ഡിറ്റർമിനന്റ് ഓഫ് എ? ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് 6. ശരി, ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡിറ്റർമിനന്റ് ഓഫ് 2 ഇൻറ്റു എ ഇൻവേഴ്സ്? എന്താണ് ഡിറ്റർമിനന്റ് ഓഫ് ദ മെട്രിക്സ് 2a ഇൻവേഴ്സ്? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ശ്രദ്ധിക്കുക, എ മെട്രിക്സിനകത്ത് ഒന്നും പറയുന്നില്ല, എല്ലാം വേരിയബിൾസ് ആണ് തന്നിരിക്കുന്നത്. സോ നിങ്ങൾ നോർമൽ പ്രൊസീജിയർ പോലെ ഇനി 2a എന്ന് എഴുതി 2a കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എന്നിട്ട് അതും ഇതും നമ്മൾ കണക്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി 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 ലെങ്തി പ്രൊസീജിയർ എന്ന് മാത്രമല്ല ഫൈനൽ ആൻസറും യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ്. സോ ശ്രദ്ധിക്കുക, നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്. സപ്പോസ് എ മെട്രിക്സ് ഇസ് ഗിവൺ. ഒരു മെട്രിക്സ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ദാറ്റ് മെട്രിക്സ് ഇസ് ഹാവിങ് എ ഡിറ്റർമിനൻറ്റ്. ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റും ഉണ്ട്. ഒരു മെട്രിക്സ് ഉണ്ടെങ്കിൽ അതൊരു ഡിറ്റർമിനൻ്റ് ഉണ്ട്. ഇഫ് ദാറ്റ് മെട്രിക്സ് ഇസ് മൾട്ടിപ്ലൈഡ് ബൈ എ സ്കേലാർ, ഇഫ് ദാറ്റ് മെട്രിക്സ് ഇസ് മൾട്ടിപ്ലൈഡ് ബൈ എ സ്കേലാർ, സപ്പോസ് ഒരു മെട്രിക്സ് എ ഉണ്ട് ഓഫ് ഓർഡർ n by n. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് എക്സ് ആണെന്ന് വിചാരിക്കാം. എന്താണ്?
let this be the determinant of the matrix A. If that matrix is multiplied by a scalar n cross n, ആ മെട്രിക്സിനെ ഞാനൊരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിറ്റർമിനൻറ്റിനെ എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യണം ഇൻറ്റു കെ റേസ് ടു എൻ, കെ റേസ് ടു എൻ വേർ എൻ ഈസ് ദ ഓർഡർ ഓഫ് ദ മെട്രിക്സ്. ഇതൊരു പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടി നമുക്ക് പ്രൂവ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അതായത് കെ ഇൻറ്റു എ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഓരോ എലമെൻറ്റിനെയും നമ്മൾ കെ എന്ന് പറയുന്ന ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡിറ്റർമിനന്റ് ഓഫ് എ മെട്രിക്സിൽ നമ്മൾ ഒരു റോയിൽ ഒരു എലമെന്റ് കോമൺ ഉണ്ടെങ്കിൽ ആ കോമൺ എലമെന്റിനെ പുറത്തെടുക്കും. ഒരു റോയോ ഒരു കോളോ നമുക്ക് നോക്കിയാൽ മതി അല്ലേ? ഈച്ച് റോ അല്ലെങ്കിൽ ഈച്ച് കോളോ ആണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ 3 റോ ഉണ്ട്, n ബൈ n ഇപ്പോൾ 3/3 ആണെന്ന് വിചാരിക്കാം. 3 റോ ഉണ്ട്. സോ ഓരോ റോയിലും k കോമൺ ആയിട്ട് കിടപ്പുണ്ട്. സോ ഓരോ കെയിനെയും പുറത്തെടുത്തപ്പോൾ എനിക്ക് k ക്യൂബ് എന്ന് വരും. അതാണ് ആക്ച്വലി k റേസ് ടു n ആയിട്ട് റിഫ്ലക്ട് ചെയ്തേക്കുന്നത്. സോ ഇഫ് എ മെട്രിക്സ് ഈസ് പ്രസന്റ് ഓഫ് ഓർഡർ n ബൈ n ഹാവിംഗ് എ ഡിറ്റർമിനന്റ് d, if that matrix is multiplied by a scalar k, then the determinant of the matrix is given by എന്താണ്? k raised to n into ax. ഇത്രയും അറിഞ്ഞിരിക്കുക. ശ്രദ്ധിക്കുക, we are given a matrix A with determinant 6. We are given a matrix A with determinant value 6. ഈ ഡിറ്റർമിനന്റ് നമുക്കുണ്ട്. 2A ഇൻവേഴ്സിന്റെ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ അല്ലേ? സോ വാട്ട് ഈസ് ദ ഡിറ്റർമിനന്റ് ഓഫ് 2A? എന്താണ്? എന്തായിരിക്കും ഡിറ്റർമിനന്റ് ഓഫ് 2A? ഡിറ്റർമിനന്റ് ഓഫ് മെട്രിക്സ് 2A എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡിറ്റർമിനന്റ് ഓഫ് ദ മെട്രിക്സ് A ഇൻറ്റു 2 റേസ് ടു ഓർഡർ ഓഫ് ദ മെട്രിക്സ്. ഓർഡർ ഓഫ് ദ മെട്രിക്സ് എന്തായിരുന്നു നമ്മുടെ ഈ ക്വസ്റ്റിനകത്ത്? ഓർഡർ ഓഫ് ദ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് 3/3. നമുക്ക് പറയാതെ തന്നെ അറിയാം അവർ മെട്രിക്സ് ഇസ് ഓഫ് ദ ഓർഡർ 3/3. ശരി, ശ്രദ്ധിക്കുക, 3/3 ഓർഡർ ആണെങ്കിൽ സോ 2 റേസ് ടു 3 ഈസ് ഈക്വൽ ടു 2 റേസ് ടു 3 ഈസ് 8 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ 6 ഈസ് ഈക്വൽ ടു 48. ഈ 48 എന്ന് പറയുന്നതാണ് ഡിറ്റർമിനന്റ് ഓഫ് 2A. സോ നമ്മൾ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു ആൻഡ് വി സ്റ്റഡി ദ പ്രോപ്പർട്ടി അല്ലേ? ഇനി എന്താണ്? ഇഫ് ഡിറ്റർമിനന്റ് ഓഫ് എ മെട്രിക്സ് എ ഈസ് ഗിവൺ ആസ് എക്സ്, then the determinant of the matrix A inverse, determinant of the inverse of the matrix is given by 1 by determinant of the matrix. എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പ്രോപ്പർട്ടി തന്നെയാണ്. സോറി, നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി പോലെ വേറൊരു പ്രോപ്പർട്ടി. എന്റെ ഡിറ്റർമിനന്റ് എക്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എ ഇൻവേഴ്സ് എ എൻ ബൈ എൻ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഇൻവേഴ്സിന്റെ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 1/x. അതായത് 1/a is equal to 1/x. അങ്ങനെ നമുക്ക് ആലോചിച്ച് മെമ്മറൈസ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. സോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് 2A ഇൻവേഴ്സ്. 2A ഡിറ്റർമിനന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് 2A is 48. സോ അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് 2A ഇൻവേഴ്സ് എന്തായിരിക്കും? ഡിറ്റർമിനന്റ് ഓഫ് 2A ഇൻവേഴ്സ് is going to be 1 divided by 48. Determinant of 2A inverse is going to be 1 divided by 48. So നമ്മുടെ ആൻസർ എന്താണ്? 1/48. So our answer is going to be എന്താണ്? 1 divided by 48. ഇതെല്ലാം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഈ ക്വസ്റ്റ്യൻസ് കണ്ടന്റ് അറിയാം എന്നുള്ള ഒരാൾ വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യും. നമുക്ക് ഈ രണ്ട് പ്രോപ്പർട്ടിയും കറക്റ്റ് മൈൻഡിൽ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പ്രോപ്പർട്ടി ആയിരുന്നു. ഈ രണ്ട് പ്രോപ്പർട്ടിയും വളരെ കറക്റ്റ് ആയിട്ട് മൈൻഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഹി വിൽ ബി ഏബിൾ ടു എന്താണ് സോൾവ് ദിസ് ക്വസ്റ്റ്യൻ വിൻ നോ ടൈം. സോ എന്താണ് ഡിറ്റർമിനന്റ് ഓഫ് എ 6, ഡിറ്റർമിനന്റ് ഓഫ് 2A എന്ന് പറയുമ്പോൾ 6 into 2 എന്ന് എഴുതരുത്, 6 into 2 raised to order of the matrix. 2 raised to 3 is 8, 8 into 6 are 48. ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ 1/48. ശരി, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത കൺസെപ്റ്റ്, ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. വി ആർ ഗിവൺ എ മെട്രിക്സ് എ. ശ്രദ്ധിക്കുക, മെട്രിക്സിനകത്ത് ഒരുപാട് വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്. 1/9, -4/9, 8/9. ഇറ്റ് ഇസ് എ 3/3 മെട്രിക്സ്. ഇതെല്ലാം ഓരോ എലമെന്റ് ആണ്. ദിസ് ഇസ് എലമെന്റ്. ഓൾ ദ എലമെന്റ്സ് ആർ ഇൻ ഫ്രാക്ഷൻസ്. ഇറ്റ് ഇസ് എ 3/3 എലമെന്റ് മെട്രിക്സ് ആൻഡ് ഓൾ ദ എലമെന്റ്സ് ആർ ഗിവൺ ഇൻ ഫ്രാക്ഷൻ. ശ്രദ്ധിക്കുക, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആൽഫ കോമ ബീറ്റ? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആൽഫ കോമ ബീറ്റ? ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ എന്താണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഗിവൺ
A is an orthogonal matrix. എന്താണ്? A is an orthogonal matrix. A എന്ന് പറയുന്നത് ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്താണ് ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? We know that orthogonal matrix in the condition for a matrix A n by n to be an orthogonal matrix, the condition is A into A transpose is equal to I, where I is called the identity matrix. A into A transpose is equal to I, where I is called the identity matrix. ശ്രദ്ധിക്കുക, A into A transpose is equal to I. ഇതൊരു 3/3 മെട്രിക്സ് ആണ്, ഇതിന് ഫ്രാക്ഷൻസ് ഉണ്ട്. സോ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ എ എഴുതി അതിൻ്റെ എ ട്രാൻസ്പോസ് എഴുതി ഓരോ എലമെൻറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ആൻസർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്. പക്ഷേ ഷുവർ ആയിട്ടും നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഈ കണ്ടീഷൻ കറക്റ്റായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, കാരണം ഓർത്തോഗണലാണെന്ന് പറയുന്നുണ്ട്. സോ യു ആർ ഡെഫിനറ്റ്ലി ഗോയിങ് ടു ഗെറ്റ് ദ വാല്യൂസ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ. പക്ഷേ ഇതിനകത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും കുറച്ചും കൂടെ സിംപ്ലറായിട്ട് നമുക്ക് ഒരു പോയിന്റ് ഞാൻ പറയാം. ഓർത്തോഗണലാണെന്ന് പറയുന്നുണ്ട് അല്ലേ? എ മെട്രിക്സ്, നമുക്ക് ഒരു മെട്രിക്സ് ഉണ്ട്. എ മെട്രിക്സ് ഇസ് സെഡ് ടു ബി ഓർത്തോഗണൽ വെൻ ഇറ്റ്സ് വെക്ടേഴ്സ് ആർ ഓർത്തോനോർമൽ. വെൻ ഇറ്റ്സ് വെക്ടേഴ്സ് ആർ ഓർത്തോനോർമൽ എന്ന് ഞാൻ പറയുന്നു. ഓർത്തോനോർമൽ വെക്ടേഴ്സ്, വെക്ടർ എന്ന് ഞാൻ പറയുന്നല്ലേ. ദിസ് മെട്രിക്സ് ഇസ് ഹാവിംഗ്, ഞാൻ കോളം വെക്ടർ നോക്കുകയാണെങ്കിൽ ദിസ് മെട്രിക്സ് ഇസ് ഹാവിംഗ് 3 കോളം വെക്ടേഴ്സ്. This is my one of my vector, this is my vector, this is my vector. ഈ വെക്ടേഴ്സ് ഓർത്തോനോർമൽ ആയിരിക്കും എന്ന് ഞാൻ പറയുന്നു. എന്താണ് ഓർത്തോനോർമൽ? ഓർത്തോനോർമൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാമ്പിൾ ഓഫ് ഓർത്തോനോർമൽ വെക്ടർ എന്ന് പറഞ്ഞാൽ ഐ ജെ കെ. അതായത് ഐ ജെ കെന്റെ പ്രത്യേകത എന്താണ്? ഐ ഇൻറ്റു ജെ എന്ന് പറയും, ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഐ ഡോട്ട് ജെ എന്ന് പറയുന്നത് 0 ആയിരിക്കും അല്ലേ? ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ദീസ് 2 വെക്ടേഴ്സ് ഇസ് ഗോയിങ് ടു ബി 0. So a matrix is said to be orthogonal if its vectors are orthonormal to each other. Orthonormal vectors are vectors having എന്താണ് orthonormal vectors are vectors which are perpendicular to each other and it is having unit magnitude. So ശ്രദ്ധിക്കുക, ഓർത്തോഗണാലിറ്റി പറയുകയാണെങ്കിൽ ഈ കോളം വെക്ടറും ശ്രദ്ധിക്കുക, ഈ കോളം വെക്ടറും എന്താണ്? നോർമൽ ടു ഈച്ച് അതർ ആണ്. ആ 2 കോളം വെക്ടറും നോർമൽ ടു ഈച്ച് അതർ ആണ്. സോ ഐ എം ഗോയിങ് ടു ടേക്ക് ദ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ദീസ് 2 കോളം വെക്ടേഴ്സ്. എന്താണ്? ആ 2 കോളം വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാം. മൾട്ടിപ്ലിക്കേഷൻ അല്ല, ദാറ്റ് ഈസ് ടേക്കിംഗ് ഡോട്ട് പ്രോഡക്റ്റ്. ശ്രദ്ധിക്കുക, മൾട്ടിപ്ലൈ ചെയ്യല്ല. ഈ 2 വെക്ടറിനെ എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ സാധിക്കത്തില്ല, കാരണം അതിന്റെ ഓർഡർ മാച്ച് ആവത്തില്ല. This is one vector, another vector is എന്താണ്? minus 4/9 and minus 7/9. ഇത് രണ്ടും ഓർത്തോനോർമൽ ആണെങ്കിൽ the dot product of these vectors എന്താണ്? The dot product of these vectors is going to be 0, കാരണം 2 പെർപെൻഡിക്കുലർ വെക്ടർ ആണ്. സോ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് 2 വെക്ടർ എങ്ങനെയാണ് നമ്മൾ യൂഷ്വലി കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഐൻ്റെ കോഎഫിഷ്യൻ്റ് മൾട്ടിപ്ലൈ ചെയ്യും, ജെയിൻ്റെ കോഎഫിഷ്യൻ്റ് മൾട്ടിപ്ലൈ ചെയ്യും, കെയിൻ്റെ കോഎഫിഷ്യൻ്റ് മൾട്ടിപ്ലൈ ചെയ്യും, 3 കൂടെ ആഡ് ചെയ്യും. അതാണ് ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനുള്ള പ്രൊസീജിയർ. സോ ഇവിടെയും അതേ മെത്തേഡ് തന്നെ നമ്മൾ അഡോപ്റ്റ് ചെയ്യാം. എന്താണ്? 1/9 ഇൻറ്റു -4/9 പ്ലസ് 8/9 ഇൻറ്റു 4/9. ശ്രദ്ധിക്കുക, ഇത് മൾട്ടിപ്ലിക്കേഷൻ അല്ല, ദിസ് ഈസ് ആക്ച്വലി ഡോട്ട് പ്രോഡക്റ്റ്. ഓർത്തോഗണൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഓർത്തോനോർമൽ കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് മെട്രിക്സിനെ സോൾവ് ചെയ്യാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. 1/9 ഇൻറ്റു -4/9 എന്ന് പറഞ്ഞാൽ എന്താണ്? -4/81 പ്ലസ് 8/9 ഇൻറ്റു 4/9 32/81 പ്ലസ് -7/9 ഇൻറ്റു α/9 എന്ന് പറഞ്ഞാൽ എന്താണ്? -7 α/81 ഈസ് ഈക്വൽ ടു എന്താണ്? 0. ആൽഫ എന്തായിരിക്കും? 81 മുകളിലേക്ക് പോകുമ്പോൾ അത് 0 ആയി പോകും. 32 - 4 is 28. 28 plus 28 minus 7 alpha is equal to 0. That means alpha equal to -4. Alpha is equal to -4. Alpha -4 കിട്ടി. Similarly, we can alpha and beta calculate ചെയ്യലാണ് നമ്മുടെ ജോലി അല്ലേ? ആൽഫ കിട്ടി, ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? ഏതെങ്കിലും 2 വെക്ടർ എടുക്കുക. 2 വെക്ടർ ഓർത്തോനോർമലാണ്.
ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് എനി ടു വെക്ടേഴ്സ് വിൽ ഗീവ് യു ആൻ ആൻസർ എന്താണ്? വിൽ ഗീവ് യു ആൻ ആൻസർ 0. റോ എടുക്കാത്തത് എന്താണെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് വരാൻ ചാൻസ് ഇല്ല. കാരണം എന്താണ്? റോ എടുത്തു കഴിഞ്ഞാൽ ഈ റോയും ഞാൻ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ റോയ്ക്കകത്ത് ആൽഫയും ബീറ്റയും ഉണ്ട്. സോ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്താൽ നമുക്ക് വി ആർ ഗോയിങ് ടു ഗെറ്റ് ആൻ ഇക്വേഷൻ വിത്ത് എന്താണ്? ആൽഫ ആൻഡ് ബീറ്റ. വി ആർ ഗോയിങ് ടു ഗെറ്റ് ആൻ ഇക്വേഷൻ വിത്ത് എന്താണ്? ആൽഫ ആൻഡ് ബീറ്റ. സോ നമ്മൾ എന്ത് ചെയ്ത് കോളം വെക്ടറിനെ എടുത്ത് പ്രൊസീഡ് ചെയ്യുന്നു. വി ആർ ആക്ച്വലി പ്രൊസീഡിങ് ബൈ ടേക്കിംഗ് കോളം വെക്ടേഴ്സ്. സോ ആൽഫ ഈക്വൽ ടു -4 കിട്ടി. ഇനി ബീറ്റ എന്ത് ചെയ്യാം? ബീറ്റ കിട്ടണമെങ്കിൽ സെക്കൻഡ് കോളം വെക്ടറും തേർഡ് കോളം വെക്ടറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സൊക്കെ എന്താണ്? കുറച്ചും കൂടെ ക്വിക്കർ ആയിരിക്കണം. ക്വിക്കർ ആണെങ്കിൽ നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടും. ശ്രദ്ധിക്കുക, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -32, ഡിനോമിനേറ്റർ എല്ലാം 81 ആണ്. ദാറ്റ് 81 ന്യൂമറേറ്ററിൽ എടുക്കപ്പോഴത്തേക്ക് 0-ലൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 0 ആവും. സോ ജസ്റ്റ് കോൺസെൻട്രേറ്റ് ഓൺ ന്യൂമറേറ്റർ. -32 + 4 -7 ബീറ്റ. -32 + 4 -7 ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? -28 -7 ബീറ്റ. എന്താണ്? -28 -7 ബീറ്റ വിൽ ഗീവ് യു ആൻ ആൻസർ ബീറ്റ ഈക്വൽ ടു -4 അല്ലേ? ശ്രദ്ധിക്കുക, 8 4 32 -32 + 4 -7 ബീറ്റ ഈക്വൽ ടു 0 എന്ന് വരും. -32 + 4 is -28 അല്ലേ? -28 -7 ബീറ്റ ഈക്വൽ ടു -28. സോറി, -1 ബീറ്റ ഈക്വൽ ടു +28. ഇതിനെ ഞാൻ അപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് +28. സോ ബീറ്റ ഈക്വൽ ടു എന്താണ്? -4. സോ ബീറ്റ ഈക്വൽ ടു -4. അറ്റ് ദ സെയിം ടൈം എന്താണ്? ആൽഫ ഈസ് ഈക്വൽ ടു +4 എന്ന് വരും അല്ലേ? ശ്രദ്ധിക്കുക, 32 - 4 is 28. സോ -7 ആൽഫ +28 ഈക്വൽ ടു 0 എന്നാണ്. 28 അപ്പുറത്തേക്ക് പോകുമ്പോൾ -28 ആയി. ആൽഫ ഈസ് ഈക്വൽ ടു +4. സോ ആൽഫ ഈസ് ഈക്വൽ ടു +4 ആൻഡ് ബീറ്റ ഈക്വൽ ടു -4. ആൽഫ ഈസ് ഈക്വൽ ടു +4 ആൻഡ് ബീറ്റ ഈസ് ഈക്വൽ ടു -4. നമ്മുടെ ആൻസർ എന്താണ്? അവർ ആൻസർ ഈസ് ഓപ്ഷൻ സി. സോ ഇതാണ് നമ്മുടെ എന്താണ്? ഓർത്തോ നോർമൽ കൺസെപ്റ്റ്. അതായത് ഓർത്തോഗണൽ ക്വസ്റ്റിനകത്ത് നമുക്ക് ഓർത്തോ നോർമൽ കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് സോൾവ് ചെയ്യാം. A ട്രാൻസ്പോസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ദ പ്രോബ്ലം ഈസ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി മച്ച് ടൈം കൺസ്യൂമിങ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന ടൈമിൽ ഈ മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ ഓർത്തോഗണൽ എന്ന് പറയുമ്പം അതിന് ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് രണ്ട് വെക്ടറിൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ മതി. വീണ്ടും ഞാൻ പറയുന്നു, കോളം വെക്ടർ എടുത്തത് എന്തുകൊണ്ടെന്ന് നിങ്ങൾ ചോദിക്കരുത്. കാരണം എന്താണ്? കോളം വെക്ടറോ റോ വെക്ടറോ എന്തുകൊണ്ടോ നമുക്ക് എടുക്കാം. റോ വെക്ടർ ഇവിടെ എടുത്തുകൊണ്ട് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല, അതുകൊണ്ടാണ് കോളം വെക്ടർ എടുത്തത്. ഓക്കെ, സോ നമുക്ക് ആൻസർ കിട്ടി. അടുത്തതിലേക്ക് പോവാം. ശ്രദ്ധിക്കാം, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അതായത് ഒരു കൺസെപ്റ്റും ഒന്നും ഇതിനകത്ത് വരുന്നില്ല. വീനോ എന്താണ്? അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ ദിസ് ക്വസ്റ്റ്യൻ ക്യാൻ ബി സോൾവ്ഡ്. ശ്രദ്ധിക്കാം, എ മെട്രിക്സ് എ ഈസ് ഗിവൺ. എന്താണ്? എ മെട്രിക്സ് എ ഈസ് ഗിവൺ. അഡ്ജോയിന്റ് ഓഫ് എ ഈസ് ഓൾസോ ഗിവൺ. അഡ്ജോയിന്റ് ഓഫ് മെട്രിക്സിനകത്ത് കെ എന്ന് പറയുന്ന ഒരു എലിമെന്റ് വെറുതെ ഇട്ടിട്ടുണ്ട്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കെ എന്നാണ് ക്വസ്റ്റ്യൻ. വളരെ ഈസിയാണ്. പക്ഷെ അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ മെട്രിക്സ്. ഇറ്റ് ഈസ് ദ ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ മെട്രിക്സ്. ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ മെട്രിക്സ്. കോഫാക്ടർ മെട്രിക്സിനകത്ത് എന്തൊക്കെയാണുള്ളത്? കോഫാക്ടർ മെട്രിക്സിനകത്ത് ഓരോ എലിമെന്റ് എന്ന് പറയുന്നത് മൈനർ ഓഫ് ദ മെട്രിക്സ് വിത്ത് സൈൻ. മൈനർ ഓഫ് ദ മെട്രിക്സ് വിത്ത് സൈൻ. സോ ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് Δ11, Δ22, Δ33. ഇതിൻ്റെയൊക്കെ ട്രാൻസ്പോസ് എടുക്കണം. കോഫാക്ടർ മെട്രിക്സ് എഴുതിയാണ് കോഫാക്ടർ മെട്രിക്സ് എടുക്കുകയാണ് അല്ലേ? ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് Δ12, Δ13, Δ21, Δ22, Δ23, Δ31, Δ32 ആൻഡ് Δ33. ഇതെന്ന് പറയുന്നത് ഞാൻ മൈനർ മാത്രമേ എഴുതിയിട്ടുള്ളൂ. മൈനർ വിത്ത് സൈൻ ആണ് കോഫാക്ടർ. സോ പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. ഇതാണ് നമ്മുടെ എന്ത്? കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയുന്നത്. അതിന്റെ ട്രാൻസ്പോസ് എടുക്കുക. സോറി, ഇതാണ് നമ്മുടെ കോഫാക്ടർ മെട്രിക്സ്. അതിന്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ യു ആർ ഗോയിങ് ടു ഗെറ്റ് എന്താണ്? അഡ്ജോയിന്റ് ഓഫ് ദ മെട്രിക്സ് എ. സോ ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, എന്താണ് സംഭവിക്കുന്നത്? ട്രാൻസ്പോസ് ചെയ്യാൻ മീൻസ് എന്താണ്? റോയും കോളവും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുന്നു, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരുന്നില്ല. സോ ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ
ഡെൽറ്റ 11 അങ്ങനെ തന്നെ നിൽക്കും. ഡെൽറ്റ 12 എന്തായി മാറും? ഡെൽറ്റ 21 ആയി മാറും അല്ലേ? സോ ഇറ്റ് ഈസ് ഡെൽറ്റ 11, ഡെൽറ്റ 12, ഡെൽറ്റ 13, ഡെൽറ്റ 21, ഡെൽറ്റ 22, ഡെൽറ്റ 23, ഡെൽറ്റ 31, ഡെൽറ്റ 32, ഡെൽറ്റ 33 ആയി മാറും. വിത്ത് സിഗ്നേച്ചർ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അല്ലേ? സോ ഈ മെട്രിക്സ് ആണ് ആക്ച്വലി നമുക്കിവിടെ തന്നിരിക്കുന്നത്. വി ആർ ആക്ച്വലി ഗിവൺ ദ അഡ്ജോയിന്റ് ഓഫ് എ. ശ്രദ്ധിക്കുക, വി ആർ ആക്ച്വലി ഗിവൺ ദ അഡ്ജോയിന്റ് ഓഫ് ദ മെട്രിക്സ്. സോ ഈ മെട്രിക്സിനകത്ത് അഡ്ജോയിന്റ് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡെൽറ്റ 23 അതിൻ്റെ നെഗറ്റീവാണ് ആക്ച്വലി നമുക്ക് തന്നേക്കുന്നത്. ഡെൽറ്റ 23ൻ്റെ നെഗറ്റീവ് ഡെൽറ്റ 23, ഡെൽറ്റ 23, ഡെൽറ്റ 23 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ മൈനർ ഓഫ് ദ എലമെന്റ് A23, A23, A സെക്കൻഡ് റോ തേർഡ് കോളം. മൈനർ ഓഫ് ദ എലമെന്റ് എന്താണ്? A സെക്കൻഡ് റോ തേർഡ് കോളം. ഇതിൻ്റെ മൈനറാണ് ഇവിടെ തന്നേക്കുന്നത്. അതിൻ്റെ മൈനറിൻ്റെ നെഗറ്റീവാണ് K. ശ്രദ്ധിക്കുക, ഇതിൻ്റെ മൈനർ എന്താണ്? Minor of a matrix can be obtained by deleting the row and column which is contained in. ഈ റോ ഡിലീറ്റ് ചെയ്യുക, ഈ കോളം ഡിലീറ്റ് ചെയ്യുക. Minor of a matrix is the determinant of the submatrix. So determinant of this matrix എന്താണ്? 1 5 0 -2. ഇതിൻ്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് എന്താണ്? 5. സോ ഡെൽറ്റ 23 എന്ന് പറയുന്നത് 5. നമുക്ക് വേണ്ട എന്താണ്? വി നോ ദാറ്റ് k is equal to മൈനസ് ഓഫ് ഡെൽറ്റ 23. മൈനസ് ഓഫ് ഡെൽറ്റ 23 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് -5. സോ നമ്മുടെ ആൻസർ എന്താണ്? അവർ ആൻസർ കംസ് ഔട്ട് ടു ബി -5. സോ ഇതാണ് നമ്മുടെ എന്ത് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റിനകത്ത് അഡ്ജോയിന്റിനകത്ത് ഒരു എലമെന്റ് മിസ്സിംഗ് ആണ്. പക്ഷെ അഡ്ജോയിന്റ് എന്താണെന്ന് ശ്രദ്ധിക്കണം. സ്റ്റുഡൻസിന് ഇതിനകത്ത് ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോസ് എടുക്കാൻ വിട്ടു. ട്രാൻസ്പോസ് എടുക്കാൻ പെട്ടെന്ന് ചെയ്തു വരുമ്പോൾ ട്രാൻസ്പോസ് എടുക്കാൻ വിട്ടുപോകുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ സാധിക്കും. സോ ഇതിനകത്ത് ശ്രദ്ധിക്കുക, കെ എന്ന് പറയുന്നത് 3-2 ആണല്ലേ? ഇവിടെ കാണുമ്പോൾ 3-2 ആണ്. പക്ഷെ ഇത് ആക്ച്വലി എന്താണ്? പൊസിഷൻ 3-2 ആണെങ്കിൽ പോലും ഇത് A23 എന്ന് പറയുന്ന എലമെന്റിന്റെ എന്താണ്? മൈനർ എടുത്തിട്ട് അതിന്റെ നെഗറ്റീവ് സൈൻ ഇട്ടേക്കുന്നതാണ് ആക്ച്വലി കെ. സോ നമ്മൾ കറസ്പോണ്ടിങ് എലമെന്റിലേക്ക് പോയത് ട്രാൻസ്പോസിന്റെ കറസ്പോണ്ടിങ് എലമെന്റിലേക്ക് പോയിട്ട് ആ പോയിന്റിൽ മൈനർ കാൽക്കുലേറ്റ് ചെയ്യാം. ആ മൈനറിന്റെ വിത്ത് സൈൻ ചെയ്യുമ്പോൾ വി ആർ ഗെറ്റിംഗ് ദ കറക്റ്റ് എലമെന്റ്. സോ നമ്മുടെ ആൻസർ എന്താണ്? അവർ ആൻസർ കംസ് ഔട്ട് ബി -5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഒരു മെട്രിക്സ് ഗിവൺ ആണ് അല്ലേ? വി ആർ ഗിവൺ എ മെട്രിക്സ് എ. ഈ മെട്രിക്സിന്റെ റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ഈ മെട്രിക്സിന്റെ റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഗിവൺ എ, റാങ്ക് ഓഫ് എ മെട്രിക്സ്. റാങ്ക് ഓഫ് എ മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. എക്കലോൺ ഫോം. നമുക്ക് എക്കലോൺ ഫോമിലേക്ക് പോകണമെന്ന് നിർബന്ധമില്ല. ആക്ച്വലി ദർ ആർ ഡിഫറെൻറ്റ് പ്രൊസീജിയർ. നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് സാധാരണ ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ അല്ലെങ്കിൽ കൺവെൻഷണൽ റിട്ടൺ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കല്ലാതെ തന്നെ എന്താണ്? റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്. നമുക്ക് ഈ ക്വസ്റ്റിനകത്ത് ആക്ച്വലി എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഈസി. ഓക്കെ, നമുക്ക് മറ്റേ ക്വസ്റ്റ്യൻസ് നമുക്ക് പിന്നെ ഒരു ടൈമിൽ ചെയ്യാം. സോ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റാങ്ക് ഓഫ് എ മെട്രിക്സ് ഇസ് ദ നമ്പർ ഓഫ് നോൺ സീറോ റോസ്. സോ ഇവിടെ എന്താണ്? ഇവിടെ 4 റോ ഉണ്ട്. R1 നമുക്കിവിടെ R1 ഉണ്ട്, R2 ഉണ്ട്, R3 ഉണ്ട്, R4 ഉണ്ട് അല്ലേ? ഇതാണ് എൻ്റെ 4 റോ എന്ന് ഞാൻ പറഞ്ഞു. R1 to R4. റാങ്ക് അല്ലെങ്കിൽ ഒരു മെട്രിക്സിനെ അതിൻ്റെ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വി ക്യാൻ ഡു എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ. 1-2 സെറ്റ് ഓഫ് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ട്. നമ്മൾ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ലീനിയർ കോമ്പിനേഷൻ ഓഫ് 1-2 മെട്രിക്സിന് 1-2 ഓരോ വെക്ടറിനെയും നമുക്ക് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം എന്നാണ് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റിന് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരത്തില്ല. അതുകൊണ്ട് നമുക്ക് ഡിറ്റർമിനൻറ്റ് കാൽക്കുലേഷനും അതുപോലെ തന്നെ റാങ്ക് കാൽക്കുലേഷനും എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വി ആർ മേക്കിംഗ് യൂസ് ഓഫ് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ പ്രൊസീജിയർ ടു കൺവേർട്ട് ഇറ്റ് ടു എക്കലോൺ ഫോം. ഈ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ 3 സെറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ആണ്. നമുക്ക് നോക്കാം. ഈ കേസിനകത്ത് R1, R2, R3, R4
നമ്പർ ഓഫ് നോൺ സീറോ റോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്പർ ഓഫ് നോൺ സീറോ റോസ് എന്ന് പറയാറുണ്ട്, നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് എന്ന് പറയാം. ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ്, ഡിപെൻഡന്റ് അല്ല, നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് എന്നും പറയാറുണ്ട്. അങ്ങനെ ഒരുപാട് ഡെഫിനിഷൻ ഉണ്ട്, നമുക്ക് നോക്കാം. സോ ഈ കേസിനകത്ത് ശ്രദ്ധിക്കുക, ഒരു കോമൺ പ്രോസസ്സസ് നമുക്ക് കാണാൻ സാധിക്കില്ല. 11, 21, 31, 41, 12, 22, 32, 42, 13, 23, 33, 43. സോ റോ ടു റോ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 10 ആണ്. സോ ഐ എം അപ്ലൈയിങ് സം എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ. എന്താണ്? R2 ടെൻസ് ടു R2 മൈനസ് R1, R3 ടെൻസ് ടു R3 മൈനസ് R2, അതുപോലെ തന്നെ R4 ടെൻസ് ടു R4 മൈനസ് R3. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ മെട്രിക്സ് എ നോക്കിക്കോ. മെട്രിക്സ് എ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 11, 12, 13, 14. അത് കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ 10, 10, 10, 10. ഇനി എൻ്റെ ബാക്കി എല്ലാ എലമെൻറ്റ്സും എന്തായിരിക്കും? 10നോട് ചേരും. 10നോട് ചേരും. എക്കലോൺ ഫോം പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇതിനെ എനിക്ക് ഇനിയും കൺവേർട്ട് ചെയ്യാം അല്ലേ? R3 മൈനസ് R3 ടെൻസ് ടു R3 മൈനസ് R2, R4 ടെൻസ് ടു R3 മൈനസ് R2. സോ ഈ രണ്ട് റോയും 0 ആവും. നമ്പർ ഓഫ് നോൺ സീറോ റോസ് 1 and 2. സോ റാങ്ക് ഓഫ് ദ മെട്രിക്സ് ഇസ് 2. ദാറ്റ് ഈസ് വൺ മെത്തേഡ് ഓഫ് എക്സ്പ്ലനേഷൻ. സെക്കൻഡ് മെത്തേഡ് ഓഫ് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ ഡിപ്പെൻഡൻസി ആൻഡ് ലീനിയർ ഇൻഡിപെൻഡൻസി. ഇതിനകത്ത് കാണാം നമുക്ക് ദിസ് റോ ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദിസ് റോ. R3 is equal to R2, R4 is equal to R2. സോ R2 എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ പറയുന്നു R3 is equal to R2, R4 is equal to R2. ഇത് വേറൊരു സ്റ്റൈൽ ഓഫ് എക്സ്പ്ലനേഷൻ ആണ്. ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കാര്യം, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ബാക്കി എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് ചെയ്യാൻ നിങ്ങൾക്ക് അറിയായിരിക്കും. R3 മൈനസ് R2 ചെയ്യുക, R4 മൈനസ് R2 ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ റോയും 0 ആവും. ബാക്കി ഈ രണ്ട് റോ മാത്രമേ ഉള്ളൂ വിച്ച് ആർ നോൺ സീറോ റോസ് അല്ലേ? അത് കൂടാതെ ഞാൻ പറയുന്നു R3 is equal to R2, R4 is equal to R2 അല്ലേ? സോ R3 is depending on R2. What is R2? That is R3. R3 is dependent vector. R4 depends upon R2. R4 is dependent vector. R4 is എന്താണ്? R4 is also dependent vector. സോ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? R3 ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? R4 ഉണ്ട്. ഇത് രണ്ടും ഡിപ്പെൻഡന്റ് ആണ്. റാങ്ക് ഓഫ് എ മെട്രിക്സ് ഈസ് ദ എന്താണ്? റാങ്ക് ഓഫ് എ മെട്രിക്സ് ഈസ് ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ്, ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ. സോ ഇത് രണ്ടും ഡിപ്പെൻഡന്റ് ആണെങ്കിൽ ദീസ് ടു ആർ ഇൻഡിപെൻഡന്റ്. സോ ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് രണ്ടെണ്ണമാണ്. ദാറ്റ് ഈസ് വൺ മെത്തേഡ് ഓഫ് എക്സ്പ്ലനേഷൻ. ചില കേസിനകത്ത് ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത്. ചില കേസിലാണെങ്കിൽ നേരെ തിരിച്ചും തോന്നാം. സോ ഇതാണ് നമ്മുടെ എന്താണ് പോയിന്റ്. സോ ഇതിനകത്ത് എന്താണ്? ദീസ് ടു വെക്ടേഴ്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ്. സോ ഞാൻ പറയുന്നു ദ നമ്പർ ഓഫ് ലീനിയർ ഇൻഡിപെൻഡന്റ് ഇക്വേഷൻസ് വിൽ ഗീവ് യു ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ്. സോ നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ ഇസ് 2. അല്ലെങ്കിൽ നമ്പർ ഓഫ് നോൺ സീറോ റോസ്, കൺവേർട്ട് ദിസ് ഫർദർ ടു എക്കലോൺ ഫോം. R3 ടെൻസ് ടു R3 മൈനസ് R2, R4 ടെൻസ് ടു R4 മൈനസ് R2. ഈ രണ്ട് റോയും കംപ്ലീറ്റ്ലി നമുക്ക് 0 കിട്ടുന്നു. സോ റിമൈനിങ് നോൺ സീറോ റോസ് ഇസ് 2. ഏത് ആംഗിളിൽ നിന്ന് ചിന്തിച്ചാലും യുവർ ആൻസർ ഇസ് ഗോയിങ് ടു ബി 2. സോ അവർ ആൻസർ ഇസ് 2. ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ലീനിയർ ഡിപ്പെൻഡൻസിനെ ബേസ് ചെയ്ത് ഒരു ലീനിയർ ഇക്വേഷനെയും അല്ലെങ്കിൽ ലീനിയർ സിസ്റ്റത്തിനെയും ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സിസ്റ്റം ഓഫ് ഇക്വേഷൻ, ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, വി ആർ ഗിവൺ 3 ഇക്വേഷൻ. AX 3 സെറ്റ് ഓഫ് ഇക്വേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഇറ്റ് ഈസ് ഹാവിങ് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ്. ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ ആക്ച്വലി ദർ ഇസ് എ കണ്ടീഷൻ. ഈ ലീനിയർ ഇക്വേഷൻസ് മൊത്തം സോൾവ് ചെയ്യുന്നതിനായിട്ട് നമുക്കൊരൊറ്റ ചാർട്ടിൽ ഞാൻ എഴുതാം. ശ്രദ്ധിക്കുക, ലീനിയർ സിസ്റ്റംസ് സോൾവിങ് പ്രൊസീജിയർ ആണ്. ഒന്നെങ്കിൽ എന്താണ്? ഒന്നെങ്കിൽ ഇറ്റ് ക്യാൻ ബി AX ഈക്വൽ ടു B എന്ന് പറയുന്ന സിസ്റ്റം, ഇല്ലെങ്കിൽ വി ആർ ഹാവിങ് എന്താണ്? AX ഈക്വൽ ടു 0. ഇതിനെ ഞാൻ ഹോമോജീനസ് എന്ന് പറയുന്നു. ദിസ് ഈസ് ഹോമോജീനസ് സെറ്റ് ഓഫ് ഇക്വേഷൻ. ദിസ് ഈസ് നോൺ ഹോമോജീനസ്.
ബി സീറോ ആകുമ്പോൾ നമുക്ക് ഹോമോജീനസ് ആണ്. ബി സീറോ ആകുമ്പോൾ വി ആർ ഹാവിങ് ഹോമോജീനസ്. നെക്സ്റ്റ് ടേം കൺസിസ്റ്റന്റ് ഇൻകൺസിസ്റ്റന്റ് എന്നാണ്. If a set of equation is having a solution, then it is called consistent. If a set of equations is having a solution, then it is called consistent. If a set of equation is not having any solution, we say it is inconsistent. So the Ax equal to 0, matrix A into vector x equal to 0. So there we have a vector x. There we have a vector x. ആ വെക്ടർ എക്സിന് ഒരു സൊല്യൂഷൻ ഓൾറെഡി ഉണ്ട്. There is already a solution. കാരണം എന്താണ്? when x equal to 0 we are having answer 0. when x equal to 0 we have an answer 0. So for homogeneous system is always consistent. എന്താണ്? homogeneous system is always consistent. അതിൻ്റെ അർത്ഥം എന്താണ്? കൺസിസ്റ്റന്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഹാവിങ് എ സൊല്യൂഷൻ. സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇനി രണ്ട് കണ്ടീഷൻ ഉണ്ട്. either it can be എന്താണ് യുണീക്ക് സൊല്യൂഷൻ, അതായത് ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ, or it can be എന്താണ് or it can be infinitely many solution. ഇതാണ് നമ്മൾ രണ്ട് കണ്ടീഷൻ. ശ്രദ്ധിക്കുക, യുണീക്ക് സൊല്യൂഷൻ ഇതിന് ഓൾറെഡി എങ്ങനെ പോയാലും ഏറ്റവും മിനിമം പോസിബിലിറ്റി എന്ന് പറഞ്ഞ ഒരു സൊല്യൂഷൻ ഉണ്ട് when x equal to 0. So unique solution means എന്താണ്? unique solution is nothing but x equal to 0. യുണീക് സൊല്യൂഷൻ എന്താണ്? എക്സ് ഈക്വൽ ടു 0. അതിനെയാണ് നമ്മൾ ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ്? ട്രിവിയൽ സൊല്യൂഷൻ. യുണീക് സൊല്യൂഷൻ ഇസ് എക്സ് ഈക്വൽ ടു 0, ട്രിവിയൽ സൊല്യൂഷൻ. എപ്പോഴാണ് നമുക്ക് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ട്രിവിയൽ സൊല്യൂഷൻ വരുന്നത്? when determinant of A not equal to 0. when determinant of A is not equal to 0, the system is having a unique solution. Since it is a homogeneous system, we are having that unique solution which is 0. ഇനി വേറെ ഓപ്ഷൻ ഒന്നുമില്ല, 0 തന്നെയാണ് യുണീക് സൊല്യൂഷൻ. So we say the system is having a trivial solution when determinant of A is not equal to 0. Next condition എന്താണ്? when determinant of A equal to 0. So when determinant of A is equal to 0, we are having infinitely many solution. ഒരുപാട് സൊല്യൂഷൻ ഉണ്ട്. ശരി, ഇതെന്താണ്? ഹോമോജിനസ്. അതുപോലെ തന്നെ നോൺ ഹോമോജിനസിനകത്തും കേസ് ഉണ്ട്. നോൺ ഹോമോജിനസിനകത്ത കേസ് നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യാം. Now we are discussing about Ax equal to 0 homogeneous. Ax equal to 0. Ax equal to 0. എന്താണ് എ എന്ന് മനസ്സിലായി കാണും. അതിനെപ്പറ്റി കൂടുതൽ ഡിസ്ക്രിപ്ഷൻ്റെ ആവശ്യമുണ്ടോ തോന്നുന്നില്ല അല്ലേ? A11 അല്ലേ? A is A11. സെക്കൻഡ് റോ എന്താണ്? 1A1. തേർഡ് റോ ഇസ് 11A ഇൻറ്റു എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? Ax അല്ലേ? എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എക്സ് വൈ ഇസഡ് ഇസ് ഈക്വൽ ടു 0. ശ്രദ്ധിക്കുക, ഇതിനകത്ത് ഡിറ്റർമിനന്റ് ഓഫ് എ, ഇതാണ് എൻ്റെ എ മെട്രിക്സ്. ഡിറ്റർമിനന്റ് ഓഫ് എ ഹാസ് ടു ബി എന്താണ്? ഇറ്റ് ഈസ് ഹാവിങ് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ മീൻസ് ഇത് എനിക്ക് സോൾവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടം പോലെ സൊല്യൂഷൻ വരുമെന്നാണ് അതിൻ്റെ മീനിങ്. അതിന് ഒരുപാട് ഇൻഹറന്റ് മീനിങ്സ് ഉണ്ട്. ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു വെക്ടർ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ഏതോ ഒരു വെക്ടർ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിന് ഒരു സൊല്യൂഷൻ മാത്രമല്ല, അതിന് ഒരുപാട് സൊല്യൂഷൻസ് പ്രസന്റ് ആണ്. സോ ദർ ഇസ് സം വെക്ടർ വിച്ച് ഇസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. നമുക്കത് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ അതൊന്നുമല്ല. ഇറ്റ് ഈസ് ഹാവിങ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. ദ സെറ്റ് ഓഫ് വാല്യൂസ് ഓഫ് സ്മോൾ എ ആണ്. ദ സെറ്റ് ഓഫ് വാല്യൂസ് ഓഫ് സ്മോൾ എ ഫോർ ദിസ് ടു ഹാപ്പൻ. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണെങ്കിൽ ഇതൊരു ഹോമോജീനസ് സിസ്റ്റം ആണെന്ന് നമുക്കറിയാം. ദെൻ ദ കണ്ടീഷൻ ഇസ് ദാറ്റ് ഡിറ്റർമിനന്റ് ഓഫ് എ ഷുഡ് ബി ഈക്വൽ ടു 0. എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് എ ഷുഡ് ബി ഈക്വൽ ടു 0. ഡിറ്റർമിനന്റ് ഓഫ് ദിസ് മെട്രിക്സ് ഷുഡ് ബി ഈക്വൽ ടു 0. എന്താണ് ഈ ഡിറ്റർമിനന്റ് ഓഫ് ദിസ് മെട്രിക്സ്? വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യമേ തന്നെ എന്താണ്? റോ ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്യാം. ഞാൻ ചെയ്യുന്നു R1 ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് A+2, ഇവിടെ A+2, ഇവിടെ A+2. So when we calculate the determinant of that matrix, total A+2 can be taken outside. Total A+2 can be taken outside. So A+2 into determinant of 1, 1, 1, 1A1, 1, 1A is equal to 0. So A+2, so either A+2 equal to 0 or the determinant of that matrix is equal to 0. A+2 can be equal to 0. So one value of A is -2. One value of A is -2. Or the determinant of the next matrix is 0. 1, 1, 1, 1A1, 1, 1A. ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ഗോ ഫോർ എന്താണ്?
we can go for elementary transformation. എന്താണ് r1 tends to r1 minus r2 ചെയ്യാം. r1 tends to r1 minus r2 എങ്ങനെയാണ് നമുക്ക് ചെയ്യാല്ലേ? നമ്മളെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രണ്ട് എലമെന്റും കൂടെ സീറോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേഷൻ അത്രയ്ക്ക് ഈസി ആയി അല്ലേ? ഏതെങ്കിലും രണ്ട് എലമെന്റിനെ സീറോ ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? C2 tends to C2 minus C1 ചെയ്യാം. അപ്പോൾ എനിക്ക് എന്ത് കിട്ടുന്നു? ഇവിടെ a, ഇവിടെ 1 minus a. ശരി, നമുക്കൊരു കാര്യം ചെയ്യാം അല്ലേ? സോറി, ഇത് 1 1 1 അല്ലേ? സോ 1 minus 1 is 0, again 1 minus 1 is 0. നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, നമ്മുടെ a എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്? ഇറ്റ് ഈസ് a 1 1 1 a 1 1 1 a. ഇതിന്റെ ഡിറ്റർമിനന്റ് ഈസ് ഈക്വൽ ടു 0 ആണെന്ന് പറഞ്ഞു അല്ലേ? ഞാൻ എന്ത് ചെയ്യുന്നു? റോ ട്രാൻസ്ഫോർമേഷൻ r1 tends to r1 plus r2 plus r3 ചെയ്തു. സോ ഇത് ചെയ്തപ്പോൾ ശ്രദ്ധിക്കുക, എനിക്ക് എന്ത് കിട്ടി? a plus 2 a plus 2 a plus 2. ബാക്കി എന്താണ്? ബാക്കി റോ എല്ലാം അതുപോലെ തന്നെ എക്സിസ്റ്റ് ചെയ്യും അല്ലേ? ഇറ്റ് ഈസ് 1 1 a. ഇതാണ് ഡിറ്റർമിനന്റ്. സോ ഇത് ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റിനകത്ത് ഇനി ഒന്നും കൂടെ പ്രൊസീഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ a plus 2 എന്താണ്? ദിസ് ഈസ് a plus 2 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ്, ഞാൻ ഈ റോയിൽ നിന്നും a plus 2 കോമൺ എടുത്തു. സോ ഇറ്റ് ഈസ് 1 1 1 1 a 1 ആൻഡ് ഈസ് 1 1 a. ഇങ്ങനെ എനിക്ക് കിട്ടി. സോ ഈ കേസിനകത്ത് ഇതാണ് എൻ്റെ is equal to 0 അല്ലേ? സോ either a plus 2 equal to 0 or the determinant of this matrix will be equal to 0. സോ ഈ determinant of the matrix, സോ ഒരു കണ്ടീഷൻ എനിക്ക് ഓൾറെഡി കിട്ടി അല്ലേ? a plus 2 equal to 0 which implies a equal to minus 2. എൻ്റെ ഒരു വാല്യൂ ആണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ determinant of this matrix can be made equal to 0. സോ അതിനെ എനിക്ക് ഒന്നുകൂടെ സോൾവ് ചെയ്യാം. എങ്ങനെ സോൾവ് ചെയ്യാം? ശ്രദ്ധിക്കുക, 1 ഞാൻ ഇതിനകത്ത് C2 tends to C2 minus C1, C3 tends to C3 minus C1 ചെയ്തു. സോ അപ്പോൾ എൻ്റെ മെട്രിക്സ് എങ്ങനെ വന്നു? ശ്രദ്ധിക്കുക, മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 1 1 1 0 a minus 1 0, അതുപോലെ തന്നെ 0 0 a minus 1. ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. എന്താണ്? ഈ റോ ഫിക്സ് ചെയ്യുക. ഓൾവേസ് ട്രൈ ടു സെലക്ട് ദ റോ വിച്ച് ഇസ് ഹാവിംഗ് മാക്സിമം നമ്പർ ഓഫ് സീറോസ്. അതാവുമ്പോൾ കാൽക്കുലേഷൻ aij എന്ന് പറയുന്ന എലമെന്റ് 0 ആയി കഴിഞ്ഞാൽ അവർ കാൽക്കുലേഷൻ വിൽ ബി മോർ സിമ്പിൾ. ശ്രദ്ധിക്കുക, 1 ഈ 1നെ ഈ 1 ഇൻറ്റു a minus 1 ദ ഹോൾ സ്ക്വയർ. സോ ഡിറ്റർമിനന്റ് എന്താണ്? ഇറ്റ് ഈസ് a minus 1 ദ ഹോൾ സ്ക്വയർ. സോ ടോട്ടൽ പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് a plus 2 into determinant of that matrix is a minus 1 the whole square equal to 0. So a can be minus 2 and a can be 1 comma 1. So the possible values of a എന്ന് പറഞ്ഞാൽ എന്താണ്? The possible values of a is minus 2 and 1. നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. The possible value of a is minus 2 comma 1. So this is a standard answer. എന്താണ്? This is going to be a standard answer. സോ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് നോക്കിയത്? വി കാൽക്കുലേറ്റഡ്, വി നോ ഹൗ ടു കാൽക്കുലേറ്റ് ദ എന്താണ് റാങ്ക് ഓഫ് എ മെട്രിക്സ്. അതുപോലെ തന്നെ ഒരു ഹോമോജീനസ് സിസ്റ്റം വന്നു കഴിഞ്ഞാൽ, ഒരു ഹോമോജീനസ് സിസ്റ്റം വന്നു കഴിഞ്ഞാൽ സിസ്റ്റം ഈസ് ഹാവിംഗ് ഓൺലി എന്താണ് ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് നോട്ട് ഈക്വൽ ടു 0. ആ കണ്ടീഷൻ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഈ കണ്ടീഷൻ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഒരു ഹോമോജീനസ് സിസ്റ്റം എന്താണ്? ഇഫ് എ ഹോമോജീനസ് സിസ്റ്റം ഈസ് ഹാവിംഗ് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ then the determinant of a is equal to 0. ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0 മീൻസ് അതിൻ്റെ മീനിങ് എന്താണ്? അതിൻ്റെ അർത്ഥം ഏതോ ഒരു റോ ഫുൾ 0 എന്നാണ്. അതായത് നമ്മൾ ആ മെട്രിക്സിനെ നമ്മൾ എങ്ങനെയോ അറേഞ്ച് ചെയ്താൽ നമുക്ക് റോ ട്രാൻസ്ഫോർമേഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു റോ കംപ്ലീറ്റ് ആയിട്ട് 0 എന്ന് കിട്ടും. ഒരു റോ കംപ്ലീറ്റ് ആയിട്ട് 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ദ ഡിറ്റർമിനന്റ് വിൽ ബി 0. കാരണം എന്താണ്? നമുക്ക് ആ റോ ബേസ് റോ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഓൾ ദ എലമെന്റ്സ് a ij is 0 in that row. That means the determinant is 0. Determinant is 0. Determinant is 0 എന്ന് വിചാരിക്കുക. If it is a 3x3 matrix, if determinant is 0, then there are actually existing only 2 independent equations with 3 unknowns എന്നാണ് അതിൻ്റെ മീനിങ്. If there exist 2 independent equations with 3 unknowns, നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. It can be solved only by putting a variable is equal to എന്താണ്? Something. ഒരു വേരിയബിളിനെ നമ്മൾ അസ്യൂം ചെയ്യാം. Let z be some k value എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്താൽ we can express the value of x and y in terms of z. We can express the value of x and y in terms of z.
So ഞാനിപ്പോൾ പറഞ്ഞ മെട്രിക്സ് ആലോചിക്കുക, എ മെട്രിക്സ് വിത്ത് വൺ റോ കംപ്ലീറ്റ്ലി സീറോ. There we are having two independent equation and one dependent equation. All zero row is always a dependent equation. There are two independent equation. ആ ഇക്വേഷനകത്ത് എനിക്ക് z is equal to k എന്ന് എഴുതാം. എനിക്ക് z is equal to k എന്ന് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് x ഉം y in terms of k ജനറേറ്റ് ചെയ്തെടുക്കാം. So I am having x and y, two solutions which are എന്താണ് dependent. There are two dependent solution and one independent solution. There are two dependent solution and one independent solution. അതുകൂടാതെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിളിനകത്ത് there are two independent equation, there are two independent vectors and one independent equation. അതായത് one independent vector. ആ z equal to k ഇട്ട് കഴിഞ്ഞാൽ I am having an independent solution and two dependent solution. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയിരുന്നു. ഇതിനെ ബേസ് ചെയ്ത് തന്നെ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞൊക്കെ ചോദിക്കാറുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതാണ് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ്. ഇനി നമുക്ക് കുറച്ച് പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗണലൈസേഷനെ പറ്റിയിട്ട് നമുക്കൊരു 1-2 ക്വസ്റ്റ്യൻസ് ചെയ്യാം. എന്തൊക്കെയാണ് കൺസെപ്റ്റ്സ് റിലേറ്റിംഗ് ടു ഡയഗണലൈസേഷൻ, അതുപോലെ തന്നെ കെയ്ലി ഹാമിൽട്ടൺ തിയറം. സോ ഇതൊക്കെയാണ് എന്താണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് റിലേറ്റിംഗ് ടു, അതായത് നമ്മൾ ഇത്രയും പഠിച്ച കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് 1-2 ഇമ്പോർട്ടൻറ്റ് സെഷനും കൂടെ നമുക്ക് നോക്കാനുണ്ട്. അതായത് റിഗാർഡിംഗ് ഡയഗണലൈസേഷൻ, റിഗാർഡിംഗ് കെയ്ലി ഹാമിൽട്ടൺ തിയറം, അതുപോലെ തന്നെ എന്താണ് അതെ അത് കൂടാതെ തന്നെ ഐഗൻ വെക്ടേഴ്സ്, ഐഗൻ വാല്യൂസ് ആൻഡ് ഐഗൻ വാല്യൂസ്. സോ നമുക്കത് വരും സെഷനിലേക്ക് നോക്കാം. സോ ദ സെഷൻ ഈസ് ഓവർ. താങ്ക് യു. ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.